ഗുഡ് മോർണിംഗ്. ഞാൻ മലപ്പുറം കോട്ടക്കുന്നിലെ DTPC ഹാളിൻ്റെ പരിസരത്താണ്. മലപ്പുറം ന്യൂ മിസ്മാറ്റിക് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 5ാമത്തെ ന്യൂ മിസ്ഫല എക്സ്പോ 2026 ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്കിവിടെ പ്രസിഡന്റ് ബാക്കി ആളുകളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിക്കാം. ഞാൻ അബ്ബാസ്, മലപ്പുറം ന്യൂ മിസ്മാറ്റിക് സൊസൈറ്റി വൈസ് പ്രസിഡന്റാണ്. എൻ്റെ പേര് അരവിന്ദാക്ഷൻ, മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. എൻ്റെ പേര് അബ്ദുൽ കരീം, മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഒരു 15 വർഷത്തോളമായിട്ട് മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, പുരാവസ്തുക്കൾ, പൈതൃക വസ്തുക്കൾ ഇതെല്ലാം ശേഖരിക്കുകയും അതിനെപ്പറ്റി പഠനം നടത്തുകയും ചെയ്യുന്ന ജില്ലയിലെ 250ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി. അപ്പോൾ ഈ രംഗത്ത് പുതിയ തലമുറയ്ക്ക് അറിവുകൾ കൊടുക്കുക, പഴയ കാര്യങ്ങളെ പരിചയപ്പെടുത്തുക, അതിൽ പഠന ഗവേഷണങ്ങൾക്ക് സാധ്യത സൃഷ്ടിക്കുക. അതിന് ഇത്തരം 2 വർഷം കൂടുമ്പോൾ ഇതേപോലുള്ള എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം. അപ്പോൾ അതിൽ ധാരാളം പുതുതലമുറയിലുള്ള ആളുകൾ ഇതിൻ്റെ അറിവ് നേടാനായിട്ട് ഇവിടെ വരാറുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ എക്സിബിഷനാണ്. 2 വർഷം കൂടുമ്പോൾ സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലായിട്ട് പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. മലപ്പുറത്ത് അപ്പോൾ ഇന്നും നാളെയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ശേഖരണ രംഗത്ത് തന്നെ താല്പര്യമുള്ള മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കോടതിയിലുള്ള തുഷാർ സാറാണ്. അഡീഷണൽ ആൻഡ് ജില്ലാ മജിസ്ട്രേറ്റ്. ഇന്ന് 11 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചത് ഇതിലെ മെമ്പർമാരുടെ തന്നെ 35ഓളം മെമ്പർമാരുടെ തിരഞ്ഞെടുത്ത കളക്ഷനുകൾ, വിവിധ ഭാഗങ്ങളിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വസ്തുക്കളുടെ ശേഖരണ വസ്തുക്കളുടെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. പിന്നെ അതുപോലെ വരുന്നവർക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ അവസരമുണ്ട്. അതുപോലെ അതിന്റെ സാധനങ്ങൾ തിരിച്ചറിയാൻ, നമ്മുടെ കയ്യിലുള്ള മൂല്യ വസ്തുക്കൾ പലതും തിരിച്ചറിയാതെ സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് തിരിച്ചറിയാനും അതിന്റെ മൂല്യം അറിയാനും ഒക്കെ ഉള്ള അവസരം കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് കൈമാറാനും പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ ഈ രംഗത്തുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അതെ, അതിനുള്ള സ്വന്തമായിട്ട് കയ്യിലുള്ള കാര്യം നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതിനുള്ള അവസരം കൂടിയാണ് ഞങ്ങളുടെ ക്ലബിൽ അംഗമാകുന്നതോടുകൂടി ഉണ്ടാകുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി കാര്യങ്ങൾ പോയിട്ട് ശരി. നമസ്കാരം സാർ. ഇവിടെ പഴയ റാന്തലുകളുണ്ട്, സോഡപ്പി, പിന്നെ ഡ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ, ടൈപ്പ് റൈറ്റർ, പിന്നെ പഴയകാല ഭരണികൾ. കാളിയോലകളാ? ആലോടപ്പുഴയാണ്. 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഓലയിൽ എഴുതിയ. ഓ ശരി. കണ്ടതിനെ വായിച്ചറിയാം. അല്ല, എഴുത്താണി കത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും കൂടി ഓല മുറിക്കാനും പറ്റും, എഴുതാനും പറ്റും. അതായത് ഈ ഭാഗം കൊണ്ട് എഴുതും. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഈ ഓലയിൽ എഴുതുന്നത്. ഈ ഭാഗം വെച്ചിട്ട് അത് മുറിച്ചിട്ട് ക്ലിയർ ആക്കുന്ന ഭാഗമാണ്. നമ്മളെ ജാതകം എഴുതുന്ന ഈ കത്തി വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ടാണ് മുറിക്കുക. ഈ ഭാഗം കൊണ്ട് എഴുതും. പിന്നെ ഇത് എഴുത്താണി എന്ന് പറഞ്ഞാൽ ഇത് എഴുതാൻ മാത്രമേ ഉപയോഗിക്കൂ. നമ്മള് ഇങ്ങനെ എഴുതാൻ മാത്രമേ ഉപയോഗിക്കും. അത് ഓരോ വീടുകളിലും വ്യത്യസ്തമായിരിക്കും. ഇല്ല, പേപ്പറൊന്നും കൊണ്ടുവന്നിട്ടില്ല. പോർച്ചുഗീസ് അങ്ങനത്തെ ഓർമ്മ. ഇത് നോക്കട്ടെ. ഇത് കാറിൽ വെച്ചിക്കണം. നാണയം വേണ്ടേ? വിചാരിച്ചരാ. ഒരു കോടിയുടെ തുർക്കിയുടെ ലിറ മറ്റതാണ്. ഓ ശരി. മഹാത്മാഗാന്ധി ജന്മദിനം 2/10/1869. ആ നമ്പറാണ് ഈ നോട്ടുമേലുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സീരിയൽ നമ്പർ. അതുപോലെ റിപ്പബ്ലിക് ദിനം 26/1
1950. അതേ നമ്പറാണ് ഈ നോട്ടിലുള്ളത്. പോക്കറ്റിൽ ചെറിയ ബൈബിളുണ്ട്, ഖുർആനുണ്ട്, രാമായണം, കിളിപ്പാട്ട് ഓല. ഇത് പഴയകാല സ്റ്റീം കുക്കർ. ഇത് പ്രത്യേകതരം വിളക്കാണിത്. ബിഗ്ഗസ്റ്റ് ഫോസിൽ. ഓക്കെ. പലതരം സ്റ്റോൺ ഫോസിലുകളാണിത്. വുഡ് സ്റ്റോൺ. ഇതിൻ്റെ ഫോസിലല്ല. പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും അതനുസരിച്ചുള്ള തീയതിയാണിത്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് 4/5/36. അതേ നമ്പറുള്ള നോട്ടാണിത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം 1/8/09. കേരള പിറവി ദിനം നവംബർ 1. സൗദി അറേബ്യൻ കറൻസി. ഇവിടെ ഒരു ബാലികയുടെ ശേഖരത്തിലുള്ള കറൻസികളാണ്. വ്യത്യസ്തമായ കളക്ഷൻസാണ് ഇവിടെ. പഴയകാല ഫോണ്, ഇവിടെ പഴയകാല ഗ്യാസ് ലൈറ്റ്, പാത്രങ്ങൾ, ഫോണ്, വിവിധ കാലഘട്ടത്തിലുള്ള ഫോണുകൾ, പെട്രോമാക്സ്, ചോറ്റുപാത്രം, കൊളാമ്പി. വാലറ്റ് പെട്ടി ഇവിടെ ചെറുതുണ്ട്, വലുതുണ്ട്. ബീഡി പാക്കറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അച്ച്. പണ്ട് കാലത്ത് പഞ്ചിങ്ങിന് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് പഞ്ചിങ് ക്ലോക്ക്. അണ്ടർവുഡ് പഴയകാല ടൈപ്പ് റൈറ്റർ, ഇലക്ട്രിക് ടൈപ്പ് റൈറ്റർ, അറബിക് ടൈപ്പ് റൈറ്റർ. നഗാര അല്ലേ, ചെറിയ തോതിലുള്ള നഗാര അല്ലേ. ഇത് പണ്ടത്തെ മൈക്ക്. ഇത് ശബ്ദ കോളാമ്പി, പഴയകാലത്തെ സ്പീക്കറിൻ്റെ ഒരു രൂപമാണിത്. ഇത് പിന്നെ ആഭരണപ്പെട്ടി, ആമാടപ്പെട്ടി എന്നൊക്കെ പറയുന്നത്. ഇത് ഗ്രാമഫോൺ റെക്കോർഡർ പലതരം. മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന. ശരി, ഇത് മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കുമായുള്ള ഒരു സാധനം. കോമ്പസ്, മറൈൻ കോമ്പസ്. കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ഫോണ്, ജർമ്മൻ പാൽപാത്രം, ജർമ്മൻ റാന്തൽ, ഹാൻഡ് സ്പ്രെയർ, ഗുജറാത്തി പാൽക്കൂജ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളാണ്. ഇത് റൂം ഹീറ്ററാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ തേങ്ങ കൊക്കോഡിമർ. സീഷെൽസിലെ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന തെങ്ങിൽ നിന്നുള്ള വിത്താണിത്. പഴയകാല ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റുകളൊക്കെ ഉണ്ട്. ബ്രെയിലി ടൈപ്പ് റൈറ്റർ. പഴയകാല ഫോട്ടോ കോപ്പി മെഷീൻ. നമ്മുടെ വെള്ളിക്കോല്. പിന്നെ തിരിക്കുന്ന ഫോണ്. ഡൽഹി സുൽത്താൻമാർ പലകാലത്ത് ഇറക്കിയ നാണയങ്ങളാണ്. ഇവിടെ ഇങ്ങനെ കാണാനുണ്ട്. പഴയ റേഡിയോ. ഇത് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഇസ്തിരിപ്പെട്ടി. ആലുക്കാസ് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ബില്ലുണ്ട് ഇവിടെ. 89 35/89 അങ്ങനെ പോയിട്ടിപ്പം 1,04,000 വരെ വന്നു.
ഇത് മിസ്റ്റർ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് ഇവിടെ. ടെലിഫോൺ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ബട്ടർഫ്ലൈകളൊക്കെ കാർഡ്. ഇത് ബട്ടർഫ്ലൈ ആണ്. 9 ബട്ടർഫ്ലൈ, ഇപ്പോഴത്തെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ. ഓ ശരി. ഓരോന്ന് 9 ഉണ്ട്. ആ, ഇത് പല രാജ്യങ്ങളുടല്ലേ? പല രാജ്യങ്ങളിലും കൂടുതൽ UAE ആണ്. 100ഓളം രാജ്യങ്ങളിൻ്റെ അടുത്തുണ്ട്. ശരി, ഓരോ തീമുകൾ അല്ലേ? ഓരോന്നിനും തീമുകൾ. ഇവിടെ ബട്ടർഫ്ലൈ തീമാണ്. ലഹരി വിരുദ്ധം, ഈദ് മുബാറക്ക് തീം, മാസങ്ങൾ, പിന്നെ മരങ്ങൾ, മൃഗങ്ങൾ, ഫോസിൽസ്, പൂജകൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, കലണ്ടറുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. ബോട്ടുകൾ, ഓർക്കിഡുകൾ, പഴയകാല ക്യാമറ. വ്യത്യസ്ത തരം ക്യാമറകളാണ്. പലതരം വെള്ളിക്കോലുകൾ, കഴഞ്ചിക്കോല്, ഇത് മിസ്റ്റർ അബ്ദുല്ലലി മാഷ്, തൃപ്പൻസി AEP സ്കൂളിലെ മാഷാണ്. ഏറ്റവും കൂടുതൽ പുരാതന കളക്ഷൻ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ. ഇപ്പോൾ എന്തൊക്കെ കാര്യമായിട്ട് സാറിന് കൊണ്ടുവന്നത്? ഇതിൽ പ്രധാനമായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്രാംഫോൺ, മിക്കി ഫോൺ. സ്വിറ്റ്സർലാൻഡിന്റെ മിക്കി ഫോൺ ആണ് ഒന്ന് നമ്മളിവിടെ. ഇതില് പ്ലേറ്റ് വലിയ ഡിസ്ക് തന്നെ ഉപയോഗിക്കാം. അത് തുറന്നു കഴിഞ്ഞ ശേഷം വലിയ ഡിസ്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് അതേപോലെ വേറെ രീതിയിലുള്ള പിന്നെ മറ്റൊരു ഗ്രാംഫോൺ, ചെറിയ മിക്കി ഫോൺ. പിന്നെ മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന അയൺ ബോക്സ്. അതുപോലെ ഗ്രാമഫോണുകൾ, പണ്ട് കാലത്ത് സംഗീതം ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വിവിധ തരം ഗ്രാമഫോൺ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1942 അമേരിക്കൻ സൈന്യത്തിന്റെ ഡെക്ക ഗ്രാമഫോണാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ 2 മെഷീനാണ്. സാധാരണ ഗ്രാമഫോണിൽ 1 മെഷീനാണ് ഉപയോഗിക്കാറ്. പക്ഷേ അമേരിക്കയുടെ ഈ ഡെക്ക ഗ്രാമഫോണിൽ 2 മെഷീനാണ് ഉപയോഗിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ഉള്ളിൽ 2 മെഷീനായിട്ട്. സാധാരണ ഓരോ മെഷീനാണ് ഒരു സമയത്ത് വന്നല്ലേ വർക്ക്? ഒരു വർക്ക് മാറി മാറി. പഴയ കാലത്ത് തന്നെ ഈ സാങ്കേതിക വിദ്യ ഉണ്ട് എന്നർത്ഥം. മാറി മാറി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അതുപോലെ വ്യത്യസ്ത തരം ഗ്രാമഫോണുകൾ 1921 മുതലുള്ള വിവിധ ഗ്രാമഫോണുകൾ. വിവിധ തരം റേഡിയോകളാണിത്. ജർമ്മനി ഇപ്പോൾ വാൾവ് റേഡിയോ ആണ്. ഇതൊക്കെ അധികം വാൾവ് റേഡിയോകളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മടിയിൽ വന്നു വീണു. അതെടുത്തതും എൻ്റെ കൈപ്പത്തിയും ചോര. പാലും പങ്കിൻ ബ്രാൻഡാണിത്. ജർമ്മനി തന്നെയാണ്. ഇത് ബുഷ്, GL, അതുപോലെ മർഫി, ഫിലിപ്സ്, ടെലിഫങ്കൻ, അൾട്ര, ഫിലിപ്സ്. ഇത് പ്രത്യേകതരം ഒരു റേഡിയോ ആണ്. നാഷണൽ പാനാസോണിക് ഉണ്ട്, ഫിലിപ്സ് ഉണ്ട്, HMV ഉണ്ട്. വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീരിയോ ആണ്. ഇതൊക്കെ ട്രാൻസിസ്റ്ററുകൾ. അതായത് ക്ലോക്കുള്ള ട്രാൻസിസ്റ്ററുണ്ട്. ഇതാണ് റേഡിയോയിൽ ഉപയോഗിക്കുന്ന വാൾവുകൾ. വാൾവ് റേഡിയോക്ക് ഒരു ആൻറ്റിന വേണം, പരപ്പുറത്തൊക്കെ കെട്ടിയിരുന്നതാണ് ഇത്. ഇത് കമ്പി അടിച്ചിരുന്ന മെഷീൻ, ടെലഗ്രാം മെഷീൻ.
മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, പഴയകാല ഇസ്തിരിപ്പെട്ടി, മുറ്റത്തടിയിലുള്ള ചിരവ, വ്യത്യസ്ത തരം നോട്ടുകൾ, different countries. ഓക്കെ ഓക്കെ. Ladies, ആ ഇന്ദിരാഗാന്ധി ബാലൻസ് ഫോട്ടോ ആ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല. ഓ ശരി, ലേഡീസ് ഓൺലി ആണ് അല്ലേ? ഇത് ഗാന്ധിജിൻ്റെ. UAE രൂപീകരിക്കുന്നതിന് മുമ്പ് ദുബായിന്റെ ആ ശരി. സ്റ്റാമ്പുകളാണ്. അതെല്ലാം ക്വീൻ എലിസബത്ത് സ്റ്റാമ്പ് UK, ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ സ്റ്റാമ്പുകൾ, ഇത് നമ്മളെ സലീം ഗിന്നസ്. നമസ്കാരം, എൻ്റെ പേര് റംഷിയാണ്, ഞാൻ നിലമ്പൂരാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും ചെറിയ തേങ്ങ, കോക്കനറ്റ്. ഓ ശരി. വേൾഡിലെ ഏറ്റവും ചെറിയ തേങ്ങ ഇത്. രണ്ടെണ്ണം കൈവശമുണ്ട്. ആ ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഇത് ശ്രീലങ്കയിലും നമ്മുടെ ഇന്ത്യയിലും ലക്ഷദ്വീപിലാണ് ഈ തേങ്ങ കാണപ്പെടുന്നത്. ഇത് വെടിയുണ്ട്, നമ്മുടെ മലബാറിൻ്റെ അന്ന് ഉദ്ദേശിക്കുന്ന വെടിയുണ്ട് ഇത്. ഓ ശരി, മലബാർ കലാപത്തിൽ അല്ലേ? പണ്ട് നമ്മളെ സൈക്കിൾ വണ്ടിക്ക് ലൈസൻസ് വേണ്ടിയിരുന്നു. 1958 സൈക്കിൾ ലൈസൻസ് ആണ് ശരി വെച്ചിരുന്നത്. വെഹിക്കിൾ ലൈസൻസ് എന്നുള്ള പേരിലാണ്. അതെ, സൈക്കിൾ വണ്ടിന്റെ. ഓക്കെ. തൊട്ടപ്പുറത്ത് നമ്മളെ കാളവണ്ടിക്ക് ലൈസൻസ് വേണ്ടിയിരുന്നു പണ്ട് കാലത്ത്. ഇതൊക്കെ മദ്രാസ് കേട്ടോ, 1928 കാളവണ്ടി ലൈസൻസ്. അല്ല ഇത് മദ്രാസ് ആണോ? രണ്ട് മദ്രാസ്. അതാണ് തമിഴ് എഴുതിയല്ലേ? അതെ സർ. ഓക്കെ. ഇതാണ് നമ്മുടെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലം ഈജിപ്താണ്. ചെറിയ മമ്മി, ഫറോവന്റെ ഒക്കെ, ഫറോവന്റെ ഒരു മമ്മിന്റെ ബിംബം. മമ്മിന്റെ രൂപല്ലേ? രൂപ, അതെ, മമ്മി രൂപ. ഇതാണ് എസ് കത്തിയറിന്. ഈ കത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് കുത്തിയാല് ഏറ്റവും സ്മൂത്തായി എടുക്കാൻ പറ്റുന്ന സാധനം ഈ കത്തിയാണ്. ഊരിയെടുക്കാൻ വയ്ക്കും. കുത്തിയാല് ഭയങ്കര സ്മൂത്തായി പോകുന്ന കത്തിയാണ് ഈ എസ് കത്തി പറയുന്നത്. ഇത് നമ്മളെ കട്ടികളാണ്, തുലാസ്, ചെറിയ തുലാസ് കട്ടികൾ. പിന്നെ നമ്മളെ പത്തായം ഉണ്ടല്ലോ, തേങ്ങയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന പത്തായത്തിന്റെ. ഇത് ഈ എയ്ത്താണിയാണ്. പണ്ട് താലിയോലൻ്റെ ഒക്കെ അതിന്റെ കത്തി എഴുതാണ് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ വാൾപ്പിടിയാണ്. ഇത് നമ്മുടെ സ്വന്തം നാട്ടിലെ മലപ്പുറം കത്തി, അമ്പും വില്ലൊക്കെ പറയാലോ. ഇതാണ് ശരിക്കുള്ള മലപ്പുറം കത്തി. ഞങ്ങൾ നെൽപ്പൂർക്കാരാണ്. നെൽപ്പൂർ തന്നെ ഇതിന്റെ മെയിൻ. കാണാത്തവരൊക്കെ കണ്ടേ പണ്ട് നമ്മളെ പ്രായമുള്ള സാധനം. മറ്റേതോ അപ്പുറത്തുള്ള കത്തി? അപ്പുറത്ത് അതിന്റെ ഒരു മോഡലാണ്. ഓ ശരി, വേറെ മോഡൽ അല്ലേ? ഇത് നമ്മൾ ഗൂർക്ക കത്തി, നേപ്പാൾ. നേപ്പാൾ. അത് ഇതിന് പറയലെന്താ വെച്ചാൽ ഈ കത്തി ഊരിയാല് പിന്നെ രക്തം കണ്ടാല് ഇടാൻ പാടുള്ളൂ എന്നാണ് പറയാ. അപ്പൊ അങ്ങനത്തെ ടൈമിലേ അവരത് ഊരുള്ളൂ. തീർച്ചയായും. അതെ സാർ. ഇത് 1918 അതിന്റെ സീലിംഗ് ആണ്. നമ്മളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ ബൈനോക്കുലർ ആണ്. നല്ല പവറാണ് ഇത്. ഇതും അതേമാതിരി തന്നെ ഒരു ബൈനോക്കുലർ ആണ്. 1917. ഓ ശരി. വർഷം കഴിയുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോക്സ് ആണ്. ഇതിന്റെ അല്ലേ? ട്രാവലിംഗ് അസിസ്റ്റന്റ് ആണ് അല്ലേ? യെസ്. ഇത് നമ്മളെ കോമ്പസ് ദിശ. ഇത് നമ്മൾ റോം രാജക്കാരെ അവരുടെ ഹെൽമെറ്റ് ആണ്. ഇത് നമ്മളെ ഇസ്ലാമിക്കാർ ഉപയോഗിക്കുന്ന അള്ളാന്റെ പേരൊക്കെ കാണുന്നത്. ഓ ശരി. അള്ളാന്റെ പേര് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാമിക്കിന്റെ തലപ്പാണ്. ഇത് നമ്മളെ അല്ലേ സാറ് പറഞ്ഞ ജോസ് പ്രകാശ് ഒക്കെ ഞങ്ങൾക്ക് വേഗം ഓടുള്ള ആൾക്കാർക്ക് അതിന്റെ മോഡൽ. ഇത് നമ്മളെ നാട്ട് അധിപന്മാരെ ഇത്രേ ഉള്ളൂ സാറുണ്ട്. മിസ്റ്റർ റംഷിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. നിലമ്പൂരുകാരനാണ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ. ഇത് പേപ്പർസിൽ പ്രിന്റ് ചെയ്ത ചിത്രങ്ങളാണ്. ഒറിജിനൽ ഈജിപ്ഷ്യൻ പ്രോഡക്റ്റ്. ഈ ഒരു എക്സിബിഷന് വരിക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും പല പല ജോലികളിൽ ഇരിക്കുന്നവരാണ്, പല തിരക്കുകളുള്ളവരാണ്. പക്ഷേ എല്ലാവർക്കും അവരൊരു ഹോബി എന്ന് പറയുന്ന ഈ ഒരു ഇതിന് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാവും. അപ്പോൾ പണ്ട് പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന കച്ചറ നാളത്തെ നമ്മളുടെ നിധിയായിരിക്കാം.
അത് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരൊക്കെ പറയുമ്പോൾ അത് കച്ചറ കൊണ്ടുവന്നിട്ടാണ് വീട്ടിലെന്ന് പറയും. പക്ഷേ നാളത്തെ നിധിയായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നോക്കിയ സമയത്ത് ടെലിഫോൺ കാർഡ്സ് കണ്ടു. ടെലിഫോൺ കാർഡ്സ് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ച് വെറുതെ കളഞ്ഞ കാര്യങ്ങളാണ്. അതിപ്പോൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതായാലും വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. താങ്ക് യു വെരി മച്ച്. ലോഡ് വന്ന സമയത്ത് ആ ആ നമ്മളെ സുഹൃത്തുക്കളെ കൂടിയ സമയത്ത് കിട്ടിയ തേങ്ങയായിരുന്നു. എവിടുത്തെ പ്രോഡക്റ്റാ? പാണായി, അരക്കെ പഞ്ചായത്തിലെ പാണായി. ആ ശരി. നമ്മുടെ നാട്ടിൽ തന്നെ ലോഡ് പറക്കുമ്പോൾ കിട്ടുന്നത് 7 വർഷം പഴക്കത്. അത് ശരി. 7 വർഷം പഴക്കത് അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ്. ഒളിച്ചിട്ടില്ല കേട്ടോ, കിട്ടാത്ത വലിയ തേങ്ങ. 7 വർഷം പഴക്കത്. പച്ച റോസാപ്പൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഒറ്റത്തടിയിൽ നിർമ്മിച്ച പത്തായല്ലേ? ഇവിടെ വിത്ത് കണ്ടു വിത്ത് പറ, ഇവിടെ വിരല് കലക്ക, പിന്നെ പേടിപ്പിക്കാൻ വെച്ചിരുന്ന സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ മരത്തിലുള്ള വ്യത്യസ്ത സാധനങ്ങളാണ്. ഉപ്പുപാത്രം, മെതിയടി, പിന്നെ ഉമിക്കരിപ്പാത്രം ഒക്കെ ഉണ്ട്. കൊട്ടുവടി, കൈലാറ്റ, പറ, ഇത് ചമ്മന്തി അരച്ചിരുന്ന പാത്രം, ചിരവ, പിന്നെ കപ്പി. അപ്പോൾ നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ആളുകൾ റെഡി ആയി വരാനുണ്ട് അല്ലേ? തുടക്കമായതുകൊണ്ടായിരിക്കും. എന്നാലും കഴിഞ്ഞ കൊല്ലത്തൊക്കെ അപേക്ഷിച്ച് നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നി. നല്ല ആളുകളുണ്ടല്ലോ. ശരി, ഓക്കെ ഓക്കെ താങ്ക് യു.